തുണി മേടിക്കണേക്കാട്ടിലും പൈസ ചിലവാണ് അതൊന്ന് തയ്ച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. പലരും ഈ വിഷമം പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേങ്കിൽ ഇതെനിക്ക് തീരെ മനസ്സിലാക്കാൻ പറ്റാത്തൊരു ടൈം ഉണ്ടായിരുന്നു. കാരണം ഞാൻ സ്റ്റിച്ചിങ് പഠിച്ച് വെച്ചിട്ടും എൻ്റെ മടി കാരണം ഞാനത് ചെയ്യാണ്ട് പൈസയും കൊടുത്ത് പുറത്ത് കൊണ്ട് ചെയ്യിപ്പിച്ച ഒരു ടൈം. അങ്ങനെ ഒരുപാട് പൈസ മുടക്കിയ ശേഷമാണ് എനിക്കൊന്ന് ബോധം വരുന്നത്. അത്യാവശ്യം ക്ഷമ വേണ്ട പരിപാടിയാണല്ലോ ഈ ഇരുന്ന് തയ്ക്കുക എന്നുള്ളത്. ആദ്യമൊന്നും എനിക്ക് തീരെ ഇല്ലായിരുന്നു. പക്ഷെങ്കിൽ പിന്നെ സാഹചര്യങ്ങൾ സമ്മർദ്ദം മൂലം എല്ലാം പഠിച്ചെടുക്കേണ്ടി വന്നു. അതുകൊണ്ട് തന്നെ ഏതൊരു മെറ്റീരിയലിനെയും ഇപ്പോൾ വെറുതെ വിടേണ്ട ആവശ്യമില്ല. കുറച്ച് ടൈം മാത്രം കൊടുത്താൽ മതിയല്ലോ. അങ്ങനെ ഇന്ന് എനിക്ക് കിട്ടിയതാണ് ഒരു ബെഡ്ഷീറ്റ്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ബെഡ്ഷീറ്റിലൊന്ന് ചെയ്തിരുന്നു. അപ്പം വേറൊന്ന് കിട്ടിയപ്പം അടുത്തൊരു പരീക്ഷണമാവാമല്ലോ എന്ന് കരുതി. അപ്പോൾ അതിൻ്റെ നെക്കിൽ നമ്മൾ ചെറിയൊരു ഡിസൈൻ കൊടുക്കുന്നുണ്ട്. അപ്പം ഇത് ചെയ്തിരിക്കുന്ന ബോബിൻ കേസിലാണ്. നമ്മൾ ആ എംബ്രോയ്ഡറി ത്രെഡില്ലേ അത് ഞാനിങ്ങനെ ചുറ്റി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ബോബിൻ കേസിലിട്ടു. എന്നിട്ട് താഴെ ആയതുകൊണ്ട് തന്നെ ചീത്ത വശത്ത് വേണം നമ്മൾ അടിക്കാൻ. എങ്കിൽ മാത്രമാണ് നല്ല വശത്തേക്ക് ആ സ്റ്റിച്ച് വരിക. അപ്പം ഇതുപോലെ നെക്കിൽ നമ്മൾ സ്റ്റിച്ച് കൊടുക്കാറോ എന്ന് വിചാരിച്ചാണ്. ഞാനിങ്ങനെ വേറെ വീഡിയോസിലൊക്കെ കണ്ടിട്ട് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പം ഞാൻ വരച്ചിട്ടൊന്നുമില്ല. ഈ ഒരു പ്രസ്സിൻ്റെ വീതിയിൽ ആണ് ഞാനിതിപ്പോൾ ചെയ്യുന്നത്. അങ്ങനെ ഒരു 3 സ്റ്റിച്ചിട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഞാനപ്പം താഴെ ബോബിൻ കേസിൽ മാത്രമേ എംബ്രോയ്ഡറി ത്രെഡ് വെച്ചിട്ടുള്ളൂ. മുകളിലേക്കുള്ളത് സാധാരണ ത്രെഡ് തന്നെയാണ്. ഏതാണോ ഇതിന് വേണ്ടി ഈ ഒരു ടോപ്പിന് വേണ്ടി നമ്മൾ എടുക്കുന്നത്, ഞാനിപ്പോൾ ബ്ലാക്കാണ് എടുത്തിരിക്കുന്നത്, ആ ത്രെഡ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വന്നിട്ട്. കഴുത്തിന് ചെറിയൊരു ജീവൻ വെച്ച പോലെയില്ലേ, എനിക്കെന്തോ ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് ടോട്ടൽ ലുക്ക് വന്നിട്ട്?